ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാനൊരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ഫിഷ് കറിയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഉലുവ ഇടാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി അല്ലെങ്കിൽ സവാള എല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിങ്ങനെ പല രീതിയിലും ഫിഷ് കറി വെക്കാറുണ്ട്. ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. രണ്ട് പച്ചമുളക് ഞാൻ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പതിയെ ഇങ്ങനെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പുളിയും വെള്ളവും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് ഇത്തിരി കൊഴുപ്പ് വേണമല്ലോ, ചാറിന് ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ടിന്നിലുള്ള തേങ്ങാപ്പാലാണ് കിട്ടുന്നത്. അത് ഞാൻ ഇത്തിരി വെള്ളത്തിൽ അലിയിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ ആ പുളിയും എരിവും ഉലുവയുടെ ടേസ്റ്റും എല്ലാം കൂടി ഒന്ന് നമുക്ക് ചാറിനകത്തോട്ട് ഇറങ്ങും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം.
എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്കൊന്ന് മൂടി തുറന്ന് ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കണേ. ചാറൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇങ്ങനെ ചാറിങ്ങനെ വെള്ളം പോലെ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ ചേർത്തത്. ചാറിനിത്തിരി കട്ടി വേണമല്ലോ. എല്ലാം വെന്ത് ചാറെല്ലാം പരുവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിൽ തൂവി കൊടുക്കുവാണേ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക്